കലഞ്ഞൂർ ലൈവ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പുന്നല പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഡി പ്രമോദിന്റെ വീട്ടുമുറ്റത്ത് നടന്ന സമകാലികം വീട്ടുമുറ്റ സദസ് നിറസാന്നിധ്യത്താൽ നടന്നു. ലൈബ്രറി പ്രസിഡന്റ് എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഡി ബൈജു സ്വാഗതം പറഞ്ഞു. സാമൂഹിക പ്രശ്നങ്ങളിൽ ലൈബ്രറിയുടെ പങ്കിനെപ്പറ്റി ഹോർട്ടികോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ സംസാരിച്ചു. ലൈബ്രറിയുടെ മുതിർന്ന അംഗവും രക്ഷാധികാരിയുമായ ശ്രീ വി ഗോപാലകൃഷ്ണപിള്ളയെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ എം ജിയാസുദ്ദീൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പരിപാടിയുടെ വിജയത്തിനു വേണ്ടി നേതൃത്വപരമായ പങ്കുവഹിച്ച ലൈബ്രറി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ശ്രീ പി എ ക്ലമന്റ്, സജി ഗോപാൽ, ചന്ദ്രകുമാർ വി, വിജു, പിങ്കി, പ്രേംജി കുമാർ, പഞ്ചായത്ത് നേതൃസമിതി കൺവീനറും ലൈബ്രറിയനുമായ ശ്യാമവർണ്ണൻ, വനിതാ വേദി സെക്രട്ടറി സുഷമ കുമാരി, വനിതാ ലൈബ്രറിയൻ ബിന്ദു കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. വിശിഷ്ട ചടങ്ങിൽ ഡി പ്രമോദ് നന്ദി രേഖപ്പെടുത്തി. അപ്പം നമ്മുടെ ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട, കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട, വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള ഒരു ബോധ്യം പരസ്പരം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇത്ര ഒരു യോഗം നടന്നുകൊണ്ട് മാത്രമല്ല കാര്യമല്ല. നമ്മുടെ ഒരു മനോഭാവത്തിൽ വലിയ മാറ്റം വന്നാൽ തന്നെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ വളരെ നല്ലതുപോലെ ചിന്തിക്കാനും ആ ചിന്തയ്ക്ക് അനുരോധമായ രീതിയിൽ മറ്റുള്ളവരെ കൊണ്ടുവരാനും എല്ലാം നമുക്ക് അതിനെല്ലാം അവിടെ ഇടമായി നമ്മുടെ വായനശാലകൾ മാറണം. കൊച്ചു കൊച്ചു കൂട്ടങ്ങളാണെങ്കിൽ പോലും നമ്മുടെ താലൂക്കിൽ തന്നെ 52 വായനശാലകളുണ്ട്. 52 വായനശാലകളിൽ ഇതുപോലെ കൂട്ടം നടക്കുക. അപ്പോൾ ഒരു കൂട്ടത്തിൽ ഒരു ശരാശരി 50 പേര് പങ്കെടുക്കുമ്പോൾ എത്ര പേരായി? ഒരു താലൂക്ക് അത്രയും. ഇനി അവിടെ ഇരുന്നുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ആലോചിക്കും, ഇതൊന്നും ഒരു അവസാനമുള്ളതല്ല. ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ വിട്ടുകൊടുത്ത സംഗതിയില്ല. ഒരു വായനശാലയെ സംബന്ധിച്ച് എത്രത്തോളം ആലോചിക്കാൻ കഴിയുമോ അത്രത്തോളം ആലോചിക്കുന്നു. പരമാവധി പ്രദേശങ്ങളിലേക്ക് പോകുന്നു, പരമാവധി വീടുകളിലേക്ക് പോകുന്നില്ല. വീട്ടിൽ പോന്നേ ഒരു വീട്ടിൽ വന്നപ്പോൾ ഇപ്പോഴാണ് വന്നപ്പം പ്രമോദിന്റെ അച്ഛനെ കുറിച്ച് പറയുന്നു, അതേപോലെ സംഭാവനയെ കുറിച്ച് ഓർക്കുന്നു. ഇല്ലേ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ വന്ന് നമുക്ക് എല്ലാവർക്കും തോന്നലുണ്ടായി, പഴയ കാര്യം ഓർത്തു നമ്മൾ അല്ലേ, ആ പ്രവർത്തനത്തെ കുറിച്ച് ഓർത്തു. ഇനി ഒരു പരിപാടി അടുത്തടുത്ത് നടക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വീടുമായ ഒരു ബന്ധം, അതിലൂടെ നമുക്ക് പഴയ കാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ, ഇതെല്ലാം നമുക്ക് കൈവരക്കാൻ കഴിയും. ഇപ്പൊ ഇതെല്ലാം ഈ പറയുന്ന പലതും ആലങ്കാരികമായി നടത്തിയ കൊണ്ടുപോയിട്ട് പണ്ടത്തെ പുന്നനാവും ഇപ്പോഴത്തെ പുന്നല അത് നമുക്കെല്ലാം അറിയാം. നമ്മളെ പണ്ടത്തെ പുന്നനാവും ചോദിക്കുമ്പോൾ തന്നെ പഴയ പുന്നലെ കുറിച്ച് നമ്മളിപ്പോ ഓർക്കുക. പഴയ നമ്മുടെ ആ മരപടിയും ആ കൂട്ടായ്മയും ആ കാർഷിക മേഖലയും അവിടെ ഉണ്ടായ ഉൽപ്പന്നങ്ങളും അത് വിൽക്കാൻ പോയതും ചുമന്നുകൊണ്ട് വന്ന് പണ്ട് അരിക്കച്ചവടം വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തതും പെരുമോർക്കും പഴമോർക്കും. അതൊക്കെ ഒരു ചരിത്രമാണ്. ഇപ്പൊ ചരിത്രം തന്നെ ആൾക്കാർക്ക് അത്ര ഓർക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ല. ഈ പഴയ കാലവും പഴയ ചരിത്രവും എന്നൊക്കെ പറയുന്നതിന് ഓർക്കുക എന്ന് പറയുന്നതിന് വലിയ പ്രയാസം. ഇപ്പം അങ്ങനെ ഓർക്കേണ്ടതില്ലെന്നാ നമ്മൾ മക്കളെ ചരിത്രമല്ല പഠിപ്പിച്ചു, സയൻസിൽ പഠിച്ചു കൊടുത്തിട്ടുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗൃഹാതുരത്വമായ ഓർമ്മകൾ ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു മാറ്റം വരും. അപ്പൊ നമ്മൾ പഴമയിലേക്ക് പോകുമ്പോൾ പഴയ ആൾക്കാരെ നമ്മൾ നോക്കും, നമ്മുടെ വീടിനെ കുറിച്ച് തന്നെ നോക്കും. നമ്മുടെ വീട് പണ്ട് എങ്ങനെ ആയിരുന്നു, ഇപ്പൊ എങ്ങനെയായി മാറി, എങ്ങനെ അതങ്ങനായി, ആരെല്ലാം അതിന്റെ പിന്നിൽ അധ്വാനിച്ചു, ആ അധ്വാനിച്ചവരെ ബഹുമാനിക്കണ്ടേ, ആ അധ്വാനിച്ചവരെ സ്നേഹിക്കണ്ടേ. അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പിന്മുറക്കാരായി വരുന്ന ആ തലമുറയിലേക്ക് വരുമ്പോൾ ആ നിലയിൽ നമുക്കൊരു വലിയ പരിവർത്തനം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വീട്ടുമുറ്റ സദസ്സുകൾ സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങളോട് നടത്തുകയാണ്. ഇന്നിവിടെ ഇങ്ങനെ യോഗം നടത്തി പിരിഞ്ഞാൽ നമുക്ക് ഇനി കാലക്രമേണ നമുക്ക് ഓരോ വിഷയങ്ങളെ അധികരിച്ചുള്ള ചർച്ചകളിലേക്ക് പോകണം. ഇനി കൂടുന്ന യോഗങ്ങളിലൊക്കെ നമുക്ക് ഏതെങ്കിലും വിഷയം വെച്ചുകൊണ്ട് തന്നെയുള്ള നല്ലൊരു പ്രഭാഷണ പരമ്പരയും അതുപോലെ അനുബന്ധമായ പരിപാടികൾ നടത്തി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇവിടെ കൂട്ടാൻ കഴിയണം. അങ്ങനെ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പരിപാടി സംഘടിപ്പിച്ച് വരുമ്പം ഈ നിലയിലുള്ള നല്ല ഒരു ധാരണ നമ്മളുമായി സഹകരിക്കുന്നവരെ കുറിച്ചെങ്കിലും നമ്മൾ കൃത്യമായി ഉണ്ടാവും. ഞാനവിടെ ഇപ്പം നമ്മളോട് കൂടുമ്പോഴും ഞാനാണ്, നിങ്ങളാണ് ഇല്ലേ. നമുക്ക് പരസ്പരം അറിയാവുന്ന ചില കാര്യങ്ങളെ ഉള്ളൂ. ഇപ്പം സ്വാഗതം പറഞ്ഞപ്പോൾ ഹോർട്ടികോർപ്പ് ചെയർമാൻ, ഇന്നാരെ സംസ്ഥാന കൗൺസിൽ അംഗം, ഇതൊക്കെ പറയാം, ഇത്രേ ഉള്ളൂ. പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പരസ്പരം അറിയുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അറിയാതെ പോകുന്ന ചില കെടുതികളാണ് ഇപ്പൊ ഈ ചില കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരുന്നത് പറഞ്ഞാൽ വ്യക്തി അല്ലാതായി മാറുന്നതിന് പ്രശ്നമാണ്. പ്രശ്നമില്ലയോ, ഒരു വ്യക്തി നമ്മൾ കാണുന്ന വ്യക്തി അല്ല എന്ന് പെട്ടെന്ന് അറിയുക. എന്തുകൊണ്ട് വരുന്നു? ആ വ്യക്തി ആരാണെന്ന് അയാളോടൊപ്പമല്ലത്, ആ വ്യക്തികൾ ആരാണെന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിവില്ലാതെ പോയതാണ്. അയാൾ പണ്ടെങ്കിലൊക്കെ ആയിരിക്കാം, നമുക്ക് സമൂഹത്തിന് ശരിയായ ഒരു ധാരണ ഉണ്ടാവുന്നില്ല പലരെ കുറിച്ച്. ആ നന്മയും തിന്മയും എല്ലാം തിരിയാനും തിരിച്ചറിയാനും ഒക്കെയുള്ള ഒരു ശേഷി സാംസ്കാരിക മേഖലയിലൊക്കെ അവിടെയും കേരളത്തിൽ പോലും ഇത്രയും കുറവുണ്ടെങ്കിൽ മറ്റ് പലയിടത്തും നടക്കുന്നത് എന്താണെന്നും കൂടി ചിന്തിക്കാൻ നമ്മളെ പലതും പ്രേരിപ്പിക്കുക. ഇത്രയും വിദ്യാഭ്യാസപരമായി, ഇത്രയും സാംസ്കാരികമായി, ഇത്രയും സാമൂഹ്യപരമായി
ഇടപെടാൻ കഴിയാവുന്ന, ചിന്തിക്കാൻ കഴിയാവുന്ന ഒരു തലമുറയെ വാർത്തെടുത്തതിനു ശേഷവും അവരിൽ പലരും പോലും ചൂഷണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയെന്ന് നമ്മൾ ചില കാര്യങ്ങളിലൂടെ ബോധ്യപ്പെട്ടു വരുമ്പോഴാണ് ഇതിനേക്കാൾ ഇത്രത്തോളം വളരാത്ത നാടുകളിൽ ഉണ്ടാകുന്ന സ്ഥിതി എന്തായിരിക്കും എന്ന് ചിന്തയോടെ നമുക്ക്. അപ്പൊ ആ ഉള്ള കുറവുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയുള്ള നാളുകളിൽ അത് പരിഹരിച്ചു പോകുന്നില്ല എങ്കിൽ നമ്മുടെ നാട് വീണ്ടും പഴയപടിയിലേക്ക് പോകും. അതുകൊണ്ട് വളരെ സാമൂഹിക ഉത്തരവാദിത്തോടെ മുന്നോട്ട് നീങ്ങുന്നതിന് പ്രേരണയായി നമ്മുടെ സമകാലികം വീട്ടുമുറ്റ സദസ് എന്ന് പറയുന്ന ഈ ബൃഹത്തായ ഒരു ക്യാമ്പയിൻ നമുക്ക് മാറ്റിയെടുക്കാൻ. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് എന്ത് കണ്ടാലും ഏതു കണ്ടാലും ഒരു വിമർശനം, ഒരു തെറ്റ്, അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതൊരു നല്ല മനസ്സിന്റെ ശീലവും നല്ല മനസ്സ് ഉടമയല്ല. ലോകത്തെന്തോ നടക്കട്ടെ, ഏത് നടക്കുന്ന കാര്യം വന്നാൽ തന്നെ അതിനകത്തൊരു മോശപ്പെട്ട കാര്യം മാത്രമേ കാണൂ, ഒരു സൈഡ് മാത്രമേ കാണൂ. ഒരു മോശപ്പെട്ട കാര്യം മാത്രം കണ്ട് നമ്മൾ അതിനെ വിലയിരുത്തുക. നമ്മൾ വളരെ ആധികാരികമായി കാര്യം കയറ്റി വെച്ച് വീട്ടിലിരുന്ന് ആധികാരികമായി ആ അഭിപ്രായമാണെന്ന് പറയുക. ആ അഭിപ്രായത്തെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കേട്ട് വളരെ വളരെയിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, നമ്മുടെ മനസ്സിനെ കുറിച്ച് നിഷ്പക്ഷമായി ചിന്തിക്കാനും, നല്ലതിനെ നല്ലതാണെന്ന് അംഗീകരിക്കാനും, നന്മയെ നന്മയാണെന്ന് അംഗീകരിക്കാനും, തിന്മയാണെങ്കിൽ തിന്മയെ എതിർക്കാനും എല്ലാം ഉള്ള ഒരു മനോഭാവത്തിലോട്ട് സമൂഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ഉപകരിക്കണം. അതിനുള്ള ഒരു ആമുഖമായി, ഒരു മുന്നൊരുക്കമായി നമ്മുടെ ഈ വീട്ടുമുറ്റ സ്മാരകം എന്നുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നന്മ കൂടുതൽ കരുത്തോടെ വീണ്ടെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം. മുമ്പേ പറഞ്ഞതുപോലെ ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ ഒരു സമൂഹം എന്ന കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകാൻ എല്ലാവരും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുന്നല പബ്ലിക് ലൈബ്രറി വളരെ മാതൃകാപരമായ പേരെ ഏറ്റെടുക്കുകയാണ്. കുട്ടനാടത്തെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ നിർദ്ദേശിക്കുന്ന, നിഷ്കർഷിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിനെ കൃത്യമായ ചിട്ടയോടെ ആ പ്രവർത്തനം ഏറ്റെടുത്ത് വളരെ മാതൃകാപരം പ്രവർത്തിക്കുന്ന ഒരു വായനശാലയായി നമ്മുടെ വായനശാല മാറുന്നുണ്ട്. കൂടുതൽ കുട്ടികളിലേക്ക് നമുക്ക് എത്തണം ഈ സംഭവം. ഈ ലൈബ്രറി ഉണ്ടാവുന്നതിന് വേണ്ടി ഒരുപാട് അതിൻ്റെ ഫൗണ്ടേഷൻ എടുക്കുന്നതിന് സഹിതം, അതുപോലെ നമ്മുടെ ലൈബ്രറികളുടെ ഏത് കാര്യങ്ങളിലും നമുക്ക് പായസ സദ്യ നടത്തി കഴിഞ്ഞാൽ അത് വന്ന് സൗജന്യമായിട്ട് നമുക്ക് ചെയ്തു തരികയും എല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. നമ്മുടെ ഉദ്ഘാടനം പറഞ്ഞതുപോലെ നാം എല്ലാം ഇന്ന് വളരെ മൊബൈലിലും അതുപോലെ വീട്ടിലെ മുറികളിൽ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാരായ കുറേ ആൾക്കാർ അന്ന് അവിടെ എപ്പോഴും രാവിലെ മുതൽ വൈകുന്നത് വരെ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഈ ലൈബ്രറി ഇത്രയും ഇതാക്കി കൊണ്ടുവന്നതും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ നടത്തി അതിന് അന്ന് മുതലേ ഉള്ള ഒരു ലൈബ്രറിയനാണ് ശ്യാമൻ. അതിൻ്റെ കൂടെ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. നമ്മുടെ ബഷീർ അണ്ണന്, ഇവരെല്ലാവരും ഇതിനകത്ത് ഉൾപ്പെടുന്ന ആൾക്കാരായിരുന്നു. നേരറിവിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി കലഞ്ഞൂർ ലൈവ് ന്യൂസ് ജനഹൃദയങ്ങളിലേക്ക്.